ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസ് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 5-ലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ് അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ലെസൺസ് ഏതൊക്കെയാണെന്ന് പറയാം. പീലിയുടെ ഗ്രാമം, ഭക്ഷണവും മനുഷ്യരും, തൊഴിൽ വൈവിധ്യങ്ങൾ, വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ, വരയ്ക്കാം വായിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ള ലെസണാണ്. അപ്പോൾ ഈ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ, സോഷ്യൽ സയൻസ് 5th സ്റ്റാൻഡേർഡിലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ ഈ 3 ലെസൺസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്നുള്ളത് പഠിക്കണം. വരയ്ക്കാം വായിക്കാം എന്നുള്ളത് ഗ്ലോബ്, മാപ്പ് എന്നിവയും റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ജനങ്ങൾ ജനങ്ങളാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെസണാണ്. അപ്പോൾ നമ്മൾ LGSനാവട്ടെ, LDCക്ക് ആവട്ടെ, VFA ആവട്ടെ, LPUP ആവട്ടെ, ഡിഗ്രി ലെവൽ എക്സാംസ് ആവട്ടെ, ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഈ 3 ചാപ്റ്റേഴ്സും നമുക്ക് ഈ പറഞ്ഞ എക്സാമിനെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിലേക്ക് വരാം. ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ള ചാപ്റ്ററാണ് നോക്കാം. ജനങ്ങൾ ജനങ്ങളാൽ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഈ ചാപ്റ്ററിൽ പറയുന്നത് ഗ്രാമസഭയെക്കുറിച്ചാണ്. ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ. ഗ്രാമങ്ങളിൽ ഗ്രാമസഭയും നഗരപ്രദേശത്ത് വാർഡ് സഭ എന്ന പേരിലുമാണ് ഈ സഭകൾ അറിയപ്പെടുന്നത്. അതായത് പ്രാദേശിക പ്രശ്നങ്ങൾ ഏറ്റവും ആദ്യം പരിഹരിക്കാനുള്ള ഒരു സഭ എന്ന നിലയിലാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ നിലവിലുള്ളത്. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വരുന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് നമുക്കിവിടെ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? റോഡരികിലെ മാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ച്, സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണത്തെക്കുറിച്ച്, വാർഡ് സഭയിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പു നൽകി. 10 തലക്കെട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രാമസഭയിലാകട്ടെ വാർഡ് സഭയിലാവട്ടെ ആ പ്രദേശം നേരിടുന്ന പ്രശ്നങ്ങളാണ് അവിടെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുകയാണ് ഈ ഒരു ഗ്രാമസഭയിൽ അല്ലെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള സഭകളിലൂടെയാണ്. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് അല്ലെ. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് തങ്ങൾ തിരഞ്ഞെടുത്ത വാർഡ് മെമ്പറിലൂടെ ആകട്ടെ അല്ലെങ്കിൽ കൗൺസിലറിലൂടെ ആവട്ടെ അവരുടെ പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം സോൾവ് ചെയ്ത് കിട്ടാനായിട്ടുള്ള ഒരു ഉപാധിയാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എന്ന് പറയുന്നത്. അങ്ങനെ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തെ ജനാധിപത്യം എന്ന് വിളിക്കാം. ഇനി എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ ഗ്രാമപ്രദേശത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപ്രദേശങ്ങൾ ഓറിയന്റഡ് ആയിട്ടുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനം. അതുപോലെ നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ എന്നിവയും ഉൾക്കൊള്ളുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് 2 കോട്ട് നോക്കാം. എബ്രഹാം ലിങ്കന്റെ കോട്ടാണ് ജനാധിപത്യത്തെക്കുറിച്ച്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിങ്കൻ. എന്താണ്? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഡെമോക്രസി ഈസ് ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൻ ആണ്. അതുപോലെ മഹാത്മാഗാന്ധിയുടെ കോട്ട് ഇങ്ങനെയാണ്: ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. എന്നാലാണ് ജനാധിപത്യം എന്ന കൺസെപ്റ്റ് പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? മഹാത്മാഗാന്ധി. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഈ കോട്ടുകളൊക്കെ പ്രത്യേകം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ജനാധിപത്യത്തിന്റെ വേരുകൾ തേടി എന്നൊരു ഹെഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത്? പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ
എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും റോൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസിന് പ്രധാന പങ്ക് ഉണ്ടായിരുന്നു. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. നോക്കുക, ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ്. തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. അതുപോലെ ഇനി ഡെമോക്രസി എന്ന പദം എങ്ങനെ ഫോം ചെയ്തു എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് വരാം. ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി, ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഡെമോസ് എന്നും ക്രാറ്റോസ് എന്നുമുള്ള രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി എന്ന പദം വരുന്നത്. ഡെമോസ് എന്നാൽ ജനങ്ങളെന്നും ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നുമാണ്. അങ്ങനെയെങ്കിൽ ഡെമോക്രസിയുടെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്നാണ് ഡെമോക്രസി എന്ന വാക്കിന്റെ അർത്ഥം. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോക്രസി ഈക്വൽ ടു ഡെമോസ് പ്ലസ് ക്രാറ്റോസ് എന്നാണ് ഓർത്ത് വെക്കുക. ഗ്രീക്ക് ടേം ആണ്. ഹെറോഡോട്ടസ് ആണ് ഈ ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഇനി ജനാധിപത്യം രണ്ട് തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെ രണ്ട് തരങ്ങളെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഗ്രാമസഭകളെ കുറിച്ച് നോക്കാം. നോക്കൂ, ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും അതുപോലെ തീരുമാനങ്ങൾ എടുക്കുവാനും അവസരം ലഭിക്കുന്ന വേദികളെ ഗ്രാമസഭകൾ എന്ന് പറയും. ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിലാകട്ടെ ഗ്രാമസഭയെ വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഗ്രാമസഭ എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും അവിടെ തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള ഒരു വേദിയാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. അത് നഗരങ്ങളിലാണെങ്കിൽ വാർഡ് സഭകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഒരു ഗ്രാമസഭ കൂടുന്നതിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജനങ്ങൾ വരുന്നു, അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നു, പലരും അത് നോട്ട് ചെയ്യുന്നു, അല്ലേ? കണ്ടോ? അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിലും ഗ്രാമസഭകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പോയി തീർച്ചയായിട്ടും അതിൽ പങ്കെടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കുകയും അതിനുള്ള പ്രശ്നപരിഹാരം കണ്ടെത്തുകയും വേണം. ഓക്കെ, നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു ജനാധിപത്യം രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? അതിനെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുമ്പോൾ പങ്കാളിത്ത ജനാധിപത്യമാണ്. എന്താണ് നോക്കാം. ജനങ്ങൾ നേരിട്ട് പ്രത്യക്ഷമായിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളിയാവുന്നതിനാൽ അതിനെ പങ്കാളിത്ത ജനാധിപത്യം എന്നും പറയുന്നു. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ മറ്റൊരു പേരാണ് പങ്കാളിത്ത ജനാധിപത്യം. ഫോർ എക്സാമ്പിൾ ഗ്രാമസഭ എന്തിനു ഉദാഹരണമാണ്? പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് നോക്കൂ. കേരള നിയമസഭയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്ക് പരോക്ഷ ജനാധിപത്യം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പ് കേരള നിയമസഭയെക്കുറിച്ചൊന്ന് നോക്കാം. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ കേരള നിയമസഭ. തിരുവനന്തപുരത്താണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ
കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? 1957 ഏപ്രിൽ 27 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പോയിന്റ്സ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള നിയമസഭ എവിടെയാണ് അതിന്റെ ആസ്ഥാനം? തിരുവനന്തപുരത്താണ്. 3 ഇയേഴ്സ് പറയുന്നുണ്ട്. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. അതുപോലെ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ മാസം 27 ഓക്കെ. എല്ലാ വർഷവും ഏപ്രിൽ 27 എന്ത് ചെയ്യുന്നുണ്ട്? നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഈ വർഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. 1957 ഏപ്രിൽ 27 കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 ഇനി കുറച്ച് പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 1957 ഏപ്രിൽ മാസം 1 തീയതിയാണ്. ഏപ്രിൽ മാസം 1 തീയതിയാണ് കേരള നിയമസഭ നിലവിൽ വരുന്നത്. കേരളത്തിൽ 1ാം നിയമസഭ നിലവിൽ വരുന്നത് 1957 ഏപ്രിൽ മാസം 1 തീയതിയാണ്. ഇനി 1957 ഏപ്രിൽ മാസം 5 തീയതി ഒന്നാം മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള 1ാം മന്ത്രിസഭ നിലവിൽ വരുന്നുണ്ട്. 1957 ഏപ്രിൽ 5 മന്ത്രിസഭ നിലവിൽ വരുന്നത്. നിയമസഭ വന്നതെന്നാണ്? കേരളത്തിൽ 1ാം നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1 തീയതി. പിന്നെ മന്ത്രിസഭ വരുന്നത് ഏപ്രിൽ 5 തീയതി. പിന്നെ 1ാമത്തെ സമ്മേളനമാണ്, നിയമസഭയുടെ 1ാം സമ്മേളനമാണ്, അല്ലെ ആദ്യ സമ്മേളനമാണ് 1957 ഏപ്രിൽ മാസം 27 തീയതി നടന്നത്. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങൾ? 1957 ഏപ്രിൽ മാസം 1 തീയതി നിയമസഭ നിലവിൽ വന്നു. 5 തീയതിയാണെങ്കിൽ ഏപ്രിൽ 5 1ാമത്തെ മന്ത്രിസഭ നിലവിൽ വന്നു. പിന്നെ കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നതാണ് 1957 ഏപ്രിൽ 27. അങ്ങനെ ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തെക്കുറിച്ച് നോക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം, ഇൻഡയറക്റ്റ് ഡെമോക്രസി. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഓക്കെ. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. ഇന്ത്യയിലെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. നമ്മളിവിടെ പ്രത്യക്ഷ ജനാധിപത്യം പഠിച്ചപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? പ്രത്യക്ഷ ജനാധിപത്യം പഠിച്ചപ്പോൾ പറഞ്ഞു താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശത്താണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാവുകയുള്ളൂ, അതിന് പോസിബിലിറ്റി ഉള്ളൂ. എന്നാൽ പരോക്ഷ ജനാധിപത്യം എങ്ങനെയാണ്? ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രത്യക്ഷ ജനാധിപത്യം പോസിബിൾ അല്ല. അവിടെ എന്താണ്? പ്രാതിനിധ്യ ജനാധിപത്യമാണ് നടക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ഭാഗത്തേക്ക് തന്നെ ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ഇനി നമുക്ക് വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെ? എക്സാമിന് നമുക്കിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചാൻസ് ഉള്ളതാണ് അല്ലേ? ജനാധിപത്യം സവിശേഷതകൾ നോക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായിട്ടുള്ള അധികാരം. ജനാധിപത്യം, ജനങ്ങൾക്കാണ് ആധിപത്യം, ജനങ്ങൾക്കാണ് എന്ത്? പരമമായിട്ടുള്ള അധികാരം ജനങ്ങൾക്കാണ്. ഒന്നാമത്തെ പോയിന്റ്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച ജനാധിപത്യത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ജനങ്ങൾക്ക് പരമമായിട്ടുള്ള അധികാരമുണ്ട്, അതുപോലെ നിയമവാഴ്ച. എന്താണ് നിയമവാഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. അടുത്തത്,
സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ മറ്റൊരു സവിശേഷതയായി പറയാം. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം, പിന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതൊക്കെ എന്താണ്? ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ്. ജനാധിപത്യത്തിന്റെ സവിശേഷതകളായിട്ട് 6 പോയിന്റുകളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ജനങ്ങൾക്ക് പരമമായിട്ടുള്ള അധികാരമുണ്ട്, നിയമവാഴ്ച, സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ, പിന്നെന്താണ്? നീതിപൂർവ്വം സ്വതന്ത്രവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ്, കൂടാതെ പ്രതിപക്ഷം, ഗവൺമെന്റിനെ വിമർശനത്തിലൂടെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന പ്രതിപക്ഷവും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയും എന്തിന്റെ സവിശേഷതകളാണ്? ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ്. ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. അടുത്തത് തിരഞ്ഞെടുപ്പിലൂടെ. തിരഞ്ഞെടുപ്പിന് ഒരുപാട് എന്തുണ്ട്? ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് നോക്കാം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാക്കി മാറ്റി, അല്ലേ? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 326. ആർട്ടിക്കിൾ 326 ആണ് എന്താ? പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, അല്ലേ? ആർട്ടിക്കിൾ 326. അതുപോലെ വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 ആക്കി കുറച്ച ഭേദഗതി ഏതാണ്? 61ാമത്തെ അമെൻമെന്റ് ആണ്. 61ാമത് അമെൻമെന്റിലാണ് എന്ത് ചെയ്തത്? പ്രായപൂർത്തി വോട്ടവകാശം 18 വയസ്സാക്കി കുറച്ചത്. ഓക്കെ, അപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് 1989 വരെ 21 വയസ്സായിരുന്നു എന്ത്? വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത്. ഇപ്പോഴത് 18 വയസ്സാക്കി കുറച്ചു. 61ാമത്തെ അമെൻമെന്റിലൂടെയാണ് ഇങ്ങനെ കുറച്ചത്. ഓക്കെ, രാജീവ് ഗാന്ധി ആയിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതുപോലെ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനും ആയിരുന്നു. ഓർത്ത് വെച്ചേക്കണേ. 61ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനുമായിരുന്നു. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളാണ്. അത് ഏറ്റവും ആദ്യം സ്കൂൾ പാർലമെന്റിലെ മാതൃകാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളും പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സ്കൂൾ പാർലമെന്റിൻ്റെ ഒന്ന് നോക്കിയിട്ട് വരാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി കൊടുത്തിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി, സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി, വോട്ടെടുപ്പ് തീയതി, വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും, പിന്നെ സ്കൂൾ പാർലമെന്റിന്റെ ആദ്യ യോഗം എന്ന രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, അത് തന്നെയാണ് ഇവിടെയും, അല്ലേ? നോക്കിയ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കാം, ഇത് ചിലപ്പോൾ ഓർഡറിലാക്കാനോ ഒക്കെ നമ്മളോട് ചോദിച്ചേക്കാം. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. ആദ്യം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. രണ്ടാമത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ്. മൂന്നാമത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. 4 പത്രിക സൂക്ഷ്മ പരിശോധന. പത്രിക സൂക്ഷ്മ പരിശോധന. 5 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ. 6 തിരഞ്ഞെടുപ്പ് പ്രചരണം. ഓക്കെ, അപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തണം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പിന്നെ ആ സമർപ്പിച്ച പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനൊരു സമയം വയ്ക്കും, തെരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും എന്ന രീതിയിലാണ്. ഇനി തിരഞ്ഞെടുപ്പുകൾ എന്തിന്? ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. ഇതിനു പുറമെ മറ്റു ചില ധർമ്മങ്ങളും തിരഞ്ഞെടുപ്പുകൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, തിരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. ഇനി മറ്റ് ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പിൻ്റെ മറ്റ് ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു ധർമ്മങ്ങളാണ്. ഗവൺമെൻറ്റുകൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകാൻ വേണ്ടിയിട്ട്, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കാനായിട്ടും ജനാധിപത്യം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും വോട്ടർമാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് ധർമ്മങ്ങൾ. ഇനി ഇവിടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്, നോക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും
പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നോക്കുക, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. അതിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയാണ് ഈ ഒരു 3 പേരെന്ന് പറയുന്നത്. അങ്ങനെ ആ 3 പേരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് എന്ന പോയിന്റ് ഓർത്തു വയ്ക്കണം. ഇനി ജനാധിപത്യം ഒരു ജീവിതക്രമം, ഈ ഒരു ഭാഗത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് നോക്കാം. ഇവിടെ കണ്ടോ, ടൂർ പോകുന്ന കാര്യമാണ് ചർച്ചയ്ക്ക് വെക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഇത്തവണ പഠനയാത്രയ്ക്ക് സമയമായിരിക്കുന്നു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ കുട്ടികളുടെയും കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഇവിടെ ഈ ടീച്ചർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവർക്ക് അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം ഉറപ്പാക്കപ്പെടുന്നത്. ഇനി ജനാധിപത്യം പൊതു ഇടങ്ങളിൽ കുറച്ച് ചിത്രങ്ങൾ തന്നിരിക്കുകയാണ്. ഇവിടെ എവിടെയൊക്കെയാണ് ജനാധിപത്യം പാലിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം 4 പിക്ചേഴ്സ് നോക്കിയിട്ട് കുട്ടികളോട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കതൊന്നും ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇതോടുകൂടി ന്യൂ SCERT സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? വസ്ത്രത്തിൻ്റെ നാൾവഴികൾ, പിന്നെ വരയ്ക്കാം വായിക്കാം, ജനങ്ങൾ ജനങ്ങളാൽ, ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചധികം കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഇതൊരു എക്സ്ട്രാ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 ന്യൂ SCERT സ്റ്റാൻഡേർഡ് 5 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പാർട്ട് 2ലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ LP UPക്ക് വേണ്ടിയിട്ട് ഒരു പെയ്ഡ് ടെലഗ്രാം ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഇപ്പോഴില്ല, ഒരു മെയ് മാസത്തോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ ആരംഭിക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകൾ എങ്ങനെയാണ്, ആവശ്യമുണ്ടോ എന്ന രീതിയിലൊക്കെ ഒന്ന് കമൻറ്റ് പറയുക. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ഇൻറ്റൻസ് ആയിട്ട് തീവ്രമായിട്ടുള്ള റിവിഷൻ ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, A to Z കാര്യങ്ങൾ ഇരുത്തി പഠിപ്പിക്കുക എന്ന രീതിയിലല്ല, അത് റിവിഷൻ ചെയ്ത് തറോ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെയ്ഡ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പെയ്ഡ് സർവീസിൽ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫെയേഴ്സും അതുപോലെ +1 +2 ക്ലാസ്സുകളിലെ സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെലക്റ്റഡ് ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും അതിൽ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്രയും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പഠിക്കാൻ സാഹചര്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഫീസൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ അത് റിവിഷൻ ചെയ്തെന്ന് തറോ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പെയ്ഡ് ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പെയ്ഡ് ബാച്ച് വന്നാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾക്ക് തുടർന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. നമ്മൾ ഈ യൂട്യൂബ് ക്ലാസ്സുകൾ നിർത്തുകയല്ല, യൂട്യൂബ് ക്ലാസ്സുകൾ അതിൻ്റേതായ രീതിയിൽ തന്നെ പുരോഗമിക്കും. എന്നാൽ പെയ്ഡ് സർവീസിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഓരോ ടോപ്പിക്കും പഠിച്ച് സെറ്റാക്കി പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു റിവിഷൻ ബാച്ച് ആരംഭിക്കാനായിട്ട് പോകുന്നത്. അത് ഉടനെ ഇല്ല എന്നുകൂടി അറിയിക്കുകയാണ്. മെയ് മാസത്തോടു കൂടിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് അതിന് വേണ്ടുന്ന പ്ലാനുകളൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതുകൂടി പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തിട്ട് വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും ഫ്രീ ആയിട്ടുള്ള എക്സാംസും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. താങ്ക്